ബാക്കിൽ ആൾക്കാരെല്ലാം കേട്ടോ. ഒരു മിനിറ്റ് അങ്ങോട്ട് അടുക്ക് വെച്ചിരുന്ന യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ഡയസിലേക്ക് ശ്രീ MS പ്രൊനന്ദിജിയെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ M വിജേന്ദ്രകുമാർ അവർക്ക് ക്ഷണിക്കുകയാണ്. ശ്രീ ആറാലമൂട് ജിനു സ്വാഗതം ചെയ്യാണ്. ശ്രീ കോട്ടുകാൽ ഷേജു സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് എക്സിക്യൂട്ടീവ് പുള്ളിക്കാനെ സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ രാമസുബ്രഹ്മണ്യം സ്റ്റേറ്റ് കമ്മിറ്റി അംഗത്തെ സ്വാഗതം ചെയ്യാണ്. ശ്രീ R ദേവദാസ് സ്റ്റേറ്റ് കമ്മിറ്റി അംഗത്തെ സ്വാഗതം ചെയ്യാണ്. ശ്രീ അരവിന്ദ് വന്നിട്ടില്ല. ശ്രീ വിവേക് പിള്ള ശ്രീ അഡ്വക്കേറ്റ് രാജീവ് രാജധാനി സ്വാഗതം ചെയ്യാം. ശ്രീ വൈശാഖ് VG ജില്ലാ കമ്മിറ്റി അംഗത്തെ സ്വാഗതം ചെയ്യാം. ശ്രീ ചന്ദ്രു, ശ്രീ അഭിലാഷ് R നായർ, ശ്രീ വൈശാഖ്, യോഗം തുടങ്ങാൻ ആദ്യം ഈശ്വര പ്രാർത്ഥന. അസത്തോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോമാമൃതം ഗമയ. സ്വാഗത പ്രസിഡന്റിനായി ശ്രീ M വിജേന്ദ്രകുമാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ പത്മനാഭ സ്വാമിയുടെ മണ്ണ് തിരുവനന്തപുരം ജില്ലയിൽ ശിവസേനയ്ക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി ഈ സായം സന്ധ്യയിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വേദിക്കും സദസ്സിനും അലങ്കാരമായി വിരാജിക്കുന്ന താക്കരയുടെ മക്കളെ,
ഇന്നിവിടെ നമുക്കേവർക്കും അനുഗ്രഹം പ്രദാനം ചെയ്ത് കേരള രാജ്യപ്രമുഖ് ശ്രീ MS ഭുവനചന്ദ്രൻ ജി വേദിയിൽ നിറവിളക്കിനൊപ്പം തന്നെ ജ്വലിച്ചു നിന്ന് നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിവിടെ ഇരിക്കുന്നത് നമുക്ക് ഏവർക്കും അത്യധികം ആനന്ദവും സന്തോഷവും പ്രദാനം ചെയ്യുന്നതാണ്. അദ്ദേഹത്തെ നാം ഓരോരുത്തരുടെ പേരിലും ഞാൻ 1000 പ്രണാമം അർപ്പിച്ചുകൊണ്ട് 2 വാക്ക്. ഞാൻ ശിവസേനയിൽ അണിചേരുവാൻ വേണ്ടി ശ്രീ ഭുവനേന്ദ്രൻ ജിയുടെ അനുഗ്രഹ ആശംസകളോടെ ജോയിൻ ചെയ്തത് വളരെ കുറഞ്ഞൊരു നാളുകൾക്കുള്ളിലാണ്. ഒത്തിരി പ്രഗത്ഭരായ നേതാക്കന്മാരോടൊപ്പം പ്രവർത്തിച്ച് പരിചയം എനിക്കുണ്ടെങ്കിലും അവർക്ക് ആർക്കും വശംവദനായി അവരെ അനുസരിച്ച് ഒരു സംഘടനയിലും പ്രവർത്തിച്ചിട്ടില്ല. പക്ഷേ ശ്രീ ഭുവനേന്ദ്രൻ അദ്ദേഹത്തെ കണ്ട അന്നു മുതൽ തന്നെ ഏതാണ്ട് ശ്രീനാരായണ ഗുരുദേവൻ ഒഴിച്ച് മറ്റൊരു ദൈവത്തിനോടും വലിയ പ്രതിബദ്ധതയില്ലായിരുന്ന ഒരു നിരീശ്വരവാദി എന്ന് വേണമെങ്കിൽ പറയാമായിരുന്ന എന്നെ കൈപിടിച്ച് ഭക്തിമാർഗത്തിലേക്ക് ഞാൻ അറിയാതെ തന്നെ അദ്ദേഹം എന്നെ നയിച്ചു. അദ്ദേഹത്തെ കണ്ട നാൾ മുതൽ അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും അത്യധികം ഹൃദയത്തിൽ തന്നെ കൊള്ളുന്ന രീതിയിലായിരുന്നു. അദ്ദേഹത്തിന് അത്യധികം അനുസരണയോടുകൂടിയും അദ്ദേഹത്തിന് വശമതനായും ഒരു നേതാവിന്റെ കീഴിൽ ഞാൻ ആദ്യമായിട്ട് ഒരു നേതാവായിട്ട് തന്നെ അല്ലെങ്കിൽ ഒരു വീട്ടിലെ കാരണവരായിട്ട് തന്നെ എന്റെ ഹൃദയത്തിൽ അദ്ദേഹം കയറി പറ്റുകയായിരുന്നു. അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് ഒപ്പം ചേർന്ന് അറിയാതെ തന്നെ സമന്വയപ്പെടുകയായിരുന്നു എന്ന് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു. ഞാൻ ഈ പറഞ്ഞതുപോലെ സേനയിൽ അംഗത്വം എടുക്കുന്നതിന് മുമ്പ് ശിവസൈനികർക്ക് ഒരു പ്രത്യേകത പുറത്തു നിൽക്കുന്ന ഞാനടക്കമുള്ളവർക്കുണ്ടായിരുന്നു. എല്ലാ മനുഷ്യനും കണ്ണുണ്ട്, ശിവസൈനികനും കണ്ണുണ്ട്. എല്ലാ മനുഷ്യനും കാലുണ്ട്, ശിവസൈനികനും കാലുണ്ട്. എല്ലാ മനുഷ്യനും നാവുണ്ട്, ശിവസൈനികനും നാവുണ്ട്. എന്നാൽ എല്ലാ മനുഷ്യനും ഇല്ലാത്ത ഒരെണ്ണം ശിവസൈനികനുണ്ട് എന്ന് പൊതുബോധത്തിന് ഞാനടക്കമുള്ളവർക്ക് ഒരു പൊതുബോധമുണ്ട്. അതിന്റെ പേരാണ് ചങ്കുറ്റം. ശിവസൈനികൻ പറയുന്നത് നാട്ടിലെ നിയമമായി മാറും. ശിവസൈനികൻ ഉള്ളിടത്ത് ഒരു അനീതിയും അക്രമവും ഉണ്ടാകില്ല. അവിടെ നാഥനുണ്ടാകും, നാട്ടിന് നാഥനുണ്ടാകും എന്നൊരു തോന്നൽ പുറത്തു നിൽക്കുന്നവർക്കുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ ശിവസേന അത്യുജ്വലിച്ചു നിന്നൊരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിലേക്ക് നാം പറന്നിറങ്ങുക തന്നെ ചെയ്യും. ഇന്നിവിടെ പുതിയ ജില്ലാ കമ്മിറ്റി ശ്രീ ഭുവനേന്ദ്രൻ ജി പ്രഖ്യാപിക്കും. ആ പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ ആ കമ്മിറ്റി അത്യധികം ശക്തിയായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകും. അത് സംഘടനയെ പൂർവാധികം ശക്തിയായി ഒരുപക്ഷെ എന്നേക്കും ഏറ്റവും ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള ഒരു കാലത്തേക്ക് തിരുവനന്തപുരം ജില്ലയുടെ ശിവസൈനികരെ ഇവിടെ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകും എന്ന് മാത്രം ഞാൻ പ്രത്യാശിക്കുന്നു. തിരുവനന്തപുരം ജില്ലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് തലസ്ഥാനമാണ്. ഇവിടെ ശ്രീപത്മനാഭന്റെ മണ്ണാണ്. താക്കറജിയൊക്കെ ലാൽ ബഹദൂർ ശാസ്ത്രിയെ തടഞ്ഞു വെച്ചത് നമുക്ക് ഓർമ്മയുണ്ട്. അതുപോലെ അഴിമതിയും സ്വജനപക്ഷപാതവും മറ്റ് ക്രമവിരുദ്ധ പ്രവർത്തനവും ഒക്കെ നടത്തുന്ന ഒരു ഭരണാധികാരി ഇവിടെ സെക്രട്ടേറിയറ്റ് കയറണ്ട എന്നൊരു ശിവസൈനികൻ പറഞ്ഞാൽ കേറാത്തൊരു അവസ്ഥ വന്നാൽ അത് കേരളത്തിന് തന്നെ മാതൃകയാവും. അങ്ങനെ കേരളം പല കാര്യത്തിനും ലോകശ്രദ്ധ നേടുന്ന ഒരു അവസ്ഥ നമുക്ക് ഇപ്പോൾ തന്നെ ഉണ്ട്. അത് ശിവസേനയിൽ കൂടി കേരളം ലോകത്തിന് മാതൃകയാകുന്ന ഒരു അവസ്ഥ തിരുവനന്തപുരം ജില്ലയുടെ പ്രവർത്തകരുടെ മാതൃകാ പ്രവർത്തനം കൊണ്ടുണ്ടാകുമെന്ന് എനിക്ക് ഏറ്റവും
പ്രത്യാശയുണ്ട്. അത് ഇന്നത്തെ ദിവസം ആ ഒരു വലിയ സംഭവത്തിന് നാന്ദി കുറിക്കുന്ന ഒരു തുടക്ക സമ്മേളനമാണ്. പലപ്പോഴും നമുക്കറിയാം, ചെറിയ ചെറിയ സമ്മേളനങ്ങളാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 64 പേര് ഇറങ്ങിപ്പോയി സമ്മേളിച്ച് ഉണ്ടാക്കിയ ഒരു പാർട്ടിയാണെന്ന് കേരളം ഭരിക്കുന്നതെന്ന് നമുക്ക് ഓർമ്മ വേണം. അതുപോലെ ചെറിയ ചെറിയ മൂവ്മെന്റുകളിൽ നിന്നുണ്ടായ ഒരു സംഭവങ്ങൾക്ക് BJP നമുക്കറിയാം, ഏറ്റവും ചുരുങ്ങിയ അംഗബലം ഉണ്ടായിരുന്ന BJP ഇന്ന് സിംഹ മെജോറിറ്റിയോടുകൂടി ഇന്ത്യ ഭരിക്കുന്നു. അങ്ങനെയുള്ള ഒരുപക്ഷെ കേരളം ഭരിക്കപ്പെടാൻ പോലും പ്രാപ്തിയുള്ള ഒരു മൂവ്മെന്റിലേക്ക് ശിവസേന മാറുന്നതിന്റെ നാന്ദി കുറിക്കുന്ന ഒരു മഹാസമ്മേളനം തന്നെയാണ് ഇന്ന് ഈ കൂടുന്നതെന്നുള്ളത് എനിക്കുറപ്പുണ്ട്. അങ്ങനെയുള്ള ഒരു വലിയ സംഭവത്തിൽ പങ്കുചേർന്നിരിക്കുന്ന നാം ഓരോരുത്തരും അഭിമാനപൂർവ്വം ഒരു ചരിത്ര സംഭവത്തിന് സാക്ഷിയാകുന്നു എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞു വയ്ക്കുന്നു. എനിക്ക് കറക്റ്റ് 15 മിനിറ്റാണ് പറഞ്ഞിട്ടുള്ളത്, അല്ല 6 മിനിറ്റ് കഴിഞ്ഞു. 1966 ജൂൺ 19-ാം തീയതി അലറുന്ന കടുവ കുങ്കുമ വർണ്ണമുള്ള കാവി പതാകയിൽ ആലേഖനം ചെയ്ത് ഉയർത്തി ബാൽ താക്കറെജി രൂപീകരിച്ച ശിവസേന. ആ ശിവസേന ആദ്യം രൂപവത്കരിക്കുന്നത് നമുക്കറിയാം മഹാരാഷ്ട്രയിലാണ്. ബോംബെ സംസ്ഥാനം ഗുജറാത്തായും മഹാരാഷ്ട്രയെയും വിഭജിച്ചു. വിഭജനത്തിന് വേണ്ടി ഒരു ലേഖനം താക്കറെജിയുടെ ഒരു പ്രസിദ്ധീകരണത്തിൽ പബ്ലിഷ് ചെയ്തു. ആ ചെയ്ത സമയം തന്നെ ആ എഴുതിയ ആള് നാട് വിട്ട് പലായനം ചെയ്തു. ജയിലും മറ്റു പീഡനങ്ങളും മനസ്സിലോർത്തുകൊണ്ടാണ്. പക്ഷേ ആ ലേഖനത്തിന്റെ ഉത്തരവാദിത്വം ഇടനെഞ്ചിൽ ഏറ്റുവാങ്ങി താക്കറെജി പ്രഖ്യാപിച്ചു, ഞാനാണ് അതിന് ഉത്തരവാദി, ഞാൻ തന്നെയാണ്, എന്റെ പ്രഖ്യാപനം തന്നെയാണ് ആ ലേഖനത്തിൽ വന്നത് എന്ന് പറഞ്ഞു. അവിടെ ശിവജി മഹാരാജന്റെ ഒറിജിനൽ പിന്തുടർച്ച അവകാശിയാണ് എന്ന് മറാഠികൾ താക്കറെജിയെ വിധിച്ചു. താക്കറെജി അന്ന് ഈ ശിവസേന രൂപവത്കരിക്കുമ്പോൾ 4 ലക്ഷം പേര് കൊള്ളുന്ന ഒരു മൈതാനം, ആ മൈതാനത്തിൽ വെച്ചാണ് ആദ്യമായിട്ട് മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത്. പലരും മൂക്കത്ത് വിരൽ വെച്ചു. പക്ഷേ മീറ്റിംഗിന്റെ അനന്തരം ആ സമ്മേളന വേദി 4 ലക്ഷത്തിനും പുറത്ത് നിറഞ്ഞു കവിയുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായിരുന്നത്. ആ മീറ്റിംഗിൽ അദ്ദേഹം ഗർജന തന്നെയായിരുന്നു. ആ മീറ്റിംഗിന്റെ അദ്ദേഹത്തിന്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ അത് അതിശക്തിയാവില്ല. പറഞ്ഞത് വേറൊന്നുമല്ല, നമ്മൾ ഇംഗ്ലീഷ് പഠിക്കണം, അന്ന് കമ്പ്യൂട്ടറില്ല, ടൈപ്പ് റൈറ്റിംഗ് പഠിക്കണം മറാഠികൾ. അതുപോലെ സ്വയം തൊഴിലുകൾ കണ്ടെത്തി ചെയ്യണം. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ജോലി വേണം. മറാഠികൾ ചെയ്യുന്ന, മഹാരാഷ്ട്രക്കാർ ചെയ്യുന്ന ബിസിനസ്സുകളിൽ നിശ്ചിത എണ്ണം സ്വദേശികളെ തന്നെ വെക്കണം. അതുപോലെ ഉടുപ്പി ഹോട്ടലുകൾ, ആ ഹോട്ടലുകൾ മറുനാടൻ ബ്രാഹ്മിൺസ് നടത്തുന്ന ഹോട്ടലുകൾ മഹാരാഷ്ട്രക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. ജോലിയും സമ്പത്തുമെല്ലാം അവർ ഊറ്റിക്കൊണ്ടുപോകുന്നു. ജാതി വ്യവസ്ഥയെ അവർ ഊട്ടി ഉറപ്പിക്കുന്നു എന്നെല്ലാം അദ്ദേഹം പ്രസംഗിച്ചതിന്റെ ഫലമായി ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഈ 4 ലക്ഷം പേര് മഹാരാഷ്ട്രയുടെ തെരുവുകളിലേക്ക് അന്ന് തന്നെ ഇറങ്ങി ഉടുപ്പി ഹോട്ടലുകൾ മുഴുവൻ അടിച്ചു തകർത്തു. അന്ന് അലറുന്ന വ്യാക്രത്തിന്റെ നേരവകാശിയായി താക്കറെജി മാറി. അന്ന് തൊട്ട് താക്കറെജിയുടെ ഒരു വിരൽ ഉയർന്നാൽ അത് നാട്ടിലെ നിയമമായി മാറി. ഒരാള് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി പോലുമായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി ഇവിടെ നടക്കേണ്ട, തെരുവോരങ്ങളിലൂടെ നടക്കേണ്ട എന്ന് പറഞ്ഞാൽ നടക്കണ്ട, അദ്ദേഹം അനുവദിച്ചാൽ മാത്രമേ നടന്നുള്ളൂ. അതിന്റെ ഫലമായി അധികാരവർഗം തടയാൻ നോക്കി. ഒരു 60ഓളം മരണം നടന്നിട്ട് പോലും പിന്നെ താക്കറെജി അനുവദിച്ചതിന് ശേഷം മാത്രം, അനുനയിപ്പിച്ചതിന് ശേഷം മാത്രമാണ് അദ്ദേഹത്തിന് തെരുവോരങ്ങളിലൂടെ നടക്കാൻ തന്നെ സാധിച്ചത്. തുടർന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം ചരിത്രം. ശിവസൈനികർ ഛത്രപതി ശിവജിയുടെ ഒറിജിനൽ അനുയായികൾ ആണ്
ഛത്രപതി ശിവജിയുടെ നേരവകാശിയാണ് ബാൽ താക്കറെജി എന്ന് ലോകം മുഴുവൻ വാഴ്ത്തി. നമുക്കറിയാം ഛത്രപതി ശിവജി അദ്ദേഹത്തിന് പിതാമഹൻ മഹാരാജാവായിരുന്നു. അദ്ദേഹം കൊടുത്ത സൈന്യം 2000 ആയിരുന്നു. അത് ഛത്രപതി ശിവജി അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൊണ്ട് 10,000-ലധികം പേരെ ഏറ്റവും ചുരുങ്ങിയ കാലത്തുകൊണ്ട് ആ സൈന്യത്തിൽ അണിചേർത്തു. ഇന്ത്യൻ നാവികസേനയുടെ പിതാവ് പോലും ഛത്രപതി ശിവജി ആയിരുന്നു. ഇന്ന് നമ്മുടെ ശിവസേനയുടെ കേരള രാജ്യപ്രമുഖ് ശ്രീ MS ഭുവനേന്ദ്രൻ ജി ഇന്നിവിടെ ഏൽപ്പിക്കുന്ന ഈ ജില്ലാ കമ്മിറ്റിയുടെ എണ്ണവും അതുപോലെ തന്നെ ആയിരിക്കും. ഛത്രപതി ശിവജിയുടെ പിതാമഹൻ ഛത്രപതി ശിവജിക്ക് കൈമാറിയ എണ്ണം അതെങ്ങനെ ഛത്രപതി ശിവജി മൾട്ടിപ്ലൈ ചെയ്തോ അതുപോലെ നമുക്ക് ഓരോ മണ്ഡലങ്ങളിലും 14 നിയമസഭാ മണ്ഡലങ്ങളിലും നമുക്ക് കമ്മിറ്റി വരുത്തേണ്ടതുണ്ട്. 90ഓളം പഞ്ചായത്തുകളും കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും കൂടെ ചേർത്ത് 90ഓളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്. അവിടെ കമ്മിറ്റി വരുത്തേണ്ടതുണ്ട്. 1778ഓളം വാർഡുകളുണ്ട്. ഒരു ദിവസം ഒരു വാർഡിൽ കമ്മിറ്റി എടുത്തു പോയാൽ തന്നെ 365 ദിവസം 365 എണ്ണമേ ഉണ്ടാകൂ. നമുക്കതൊക്കെ ഒരു ഷോർട്ട് ടൈം കൊണ്ട് ഈ 1000-ലധികം കമ്മിറ്റികൾ നമുക്ക് എടുക്കേണ്ടതുണ്ട്. ഞാൻ വളരെ പരത്തി വലിച്ചു നീട്ടി പറയുന്നില്ല. അടുത്തൊരു ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ നമ്മളെല്ലാവരും കൂട്ടായി വർക്ക് ചെയ്യുകയാണെങ്കിൽ ശംഖുമുഖം കടപ്പുറത്തെ നമ്മുടെ ജില്ലാ സമ്മേളനം നടത്താൻ പറ്റുള്ളൂ എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. നമുക്ക് അതിശക്തമായ പ്രവർത്തനം ഇന്നിവിടെ കൂടിയവർ മാത്രം ഒറ്റക്കെട്ടായാൽ മതി. ഞാൻ പല മണ്ഡലങ്ങളിലും ഇപ്പൊ ഒരു ഓട്ട പ്രദർശനം നടത്തി. ഇപ്പൊ നമ്മുടെ കുറച്ചുപേരെ ഉള്ളെങ്കിലും അവിടെ പല ഗ്രൂപ്പുകളും പല കാര്യങ്ങളുമായിട്ട് നിൽക്കുന്ന പലരും കാണാൻ പറ്റി. ഇപ്പൊ നമ്മളാകെ 4-5 പേരേ ഉള്ളൂ. നമ്മൾ ഒരുമിച്ച് നിൽക്കാതെ നമുക്ക് എങ്ങനെ നാട്ടുകാരെ മുഴുവൻ ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റും? വിശദമായ ഒരു പ്ലാൻ തന്നെ കയ്യിലുണ്ട്. അത് ഇന്ന് അവതരിപ്പിക്കണമെന്നെല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ ശ്രീ ഭുവനേന്ദ്രൻ ജി പറഞ്ഞിട്ടുണ്ട്. ഒരു ലീഡേഴ്സ് ട്രെയിനിങ് ക്യാമ്പ് അത് ഏറ്റവും അടുത്ത് തന്നെ നമുക്ക് നടത്തേണ്ടതുണ്ട്. ഒരു 2 മാസത്തിനകം ഈ എല്ലാ നിയമസഭാ മണ്ഡലത്തിലും അവിടെ മണ്ഡല സമ്മേളനം നടത്തി പുതിയ ഭാരവാഹികളെ എടുത്തുകൊണ്ട് ആ സമ്മേളനത്തിലെടുത്ത പ്രതിനിധികളെ വെച്ചുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞത് 3 വെച്ച് നടത്തണമെന്നാണ് എന്റെ അഭിപ്രായം. അത്രയും നല്ല ഒരു സ്ഥലത്ത് വെച്ചൊരു ലീഡേഴ്സ് ട്രെയിനിങ് ക്യാമ്പ് നടത്തുമ്പോൾ തന്നെ നമ്മുടെ സംഘടന അതിന്റെ യഥാർത്ഥ രൂപത്തിൽ ചലിച്ചു തുടങ്ങും. ഞാൻ ആദ്യം ചെയ്തത് എന്റെ മണ്ഡലം അവിടെ സമ്മേളനം നടത്തണമെന്ന് പറഞ്ഞ ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലമാണ് എന്റെ മണ്ഡലം. 10 ദിവസത്തിനകം തന്നെ അവിടെ മണ്ഡല സമ്മേളനം നടന്നു കഴിഞ്ഞു. പക്ഷെ എങ്കിലും അവിടെ ഒരു പഞ്ചായത്തുകളിലും കമ്മിറ്റി ഇല്ല. ആദ്യം എന്റെ പഞ്ചായത്ത് കുടിമാത്ത് പഞ്ചായത്താണ്. അവിടുത്തെ പഞ്ചായത്ത് കൺവെൻഷൻ നമ്മൾ വെച്ചിരുന്ന കഴിഞ്ഞ ദിവസം തന്നെ ഈ ജില്ലാ സമ്മേളനത്തിന് മുന്നേ തന്നെ കൂടണമെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നതാണ്. പക്ഷെ അതൊരു മരണം കാരണമെന്ന് മാറ്റിവെക്കേണ്ടി വന്നു. എന്റെ 2-3 വീട് അപ്പുറം എന്റെ തന്നെ സ്വന്തം അച്ഛന്റെ ചേട്ടൻ മരണപ്പെട്ട് അപ്പൊ അതിനടുത്ത് പോയി കമ്മിറ്റി ഇടുന്നത് ശരിയില്ലാത്തതുകൊണ്ട് അങ്ങ് മാറ്റിവെച്ചു. അവിടെ എന്റെ പഞ്ചായത്തിൽ ഞാൻ ആദ്യം കമ്മിറ്റി സമ്മേളന തലത്തിൽ തന്നെ കമ്മിറ്റി എടുക്കും. അവിടെ 19 വാർഡ് നിലവിലുണ്ട്. പുതിയ വാർഡ് വിഭജനത്തിന് 20 വാർഡാവെന്ന് പറയുന്നു. ആ 20 വാർഡിലും 1 മാസത്തിനകം കമ്മിറ്റി എടുക്കും. നമുക്ക് പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു. ആ പഞ്ചായത്ത് ഇലക്ഷനിൽ നമുക്ക് പഞ്ചായത്ത് മെമ്പർമാരുണ്ടാകണം, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുണ്ടാകണം, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരുണ്ടാകണം. അധികാരം എപ്പോഴും അധികാരം തന്നെയാണ്. എന്റെ സഹോദരി ഒരു 2-3 മിനിറ്റൂടെ എനിക്കുള്ളൂ. എന്റെ സഹോദരി ഒരു ചെറിയ LD ക്ലർക്കായിട്ടാണ് ജീവിതം തുടങ്ങിയത്. അത് ഇവിടെ ഈ KHRTWSന്റെ പേവാർഡ് ഒരു റൂം അലോട്ട് ചെയ്യുന്ന സെക്ഷനിലാണ് ഇരുന്നത്. അപ്പൊ രാവിലെ നിശ്ചിത എണ്ണ റൂം എന്റെ സഹോദരിക്ക് അലോട്ട് ചെയ്യാം. ഒരു ചെറിയ അധികാര സ്ഥാനത്തിരിക്കുമ്പോൾ ഇരിക്കുന്ന ഒരാളിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരു രോഗിക്ക് കിട്ടാത്ത റൂം എത്രയെങ്കിലും മാസങ്ങളോളം ബുക്ക് ചെയ്ത് കിട്ടാത്ത റൂം പോലും അവർക്ക് 1-2 റൂം അലോട്ട് ചെയ്യാം. അപ്പൊ ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന് പറഞ്ഞാൽ ആരും നിസ്സാരമാക്കേണ്ട. അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് അതിന്റേതായ രീതിയിലുള്ള പ്രിവിലേജസ് നാട്ടിന് മൊത്തം നമുക്ക് മൊത്തം ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്. നമ്മൾ ആദ്യം ശിവസേനയ്ക്ക് അകത്ത് വർക്ക് ചെയ്യുന്നവരൊക്കെ ഐശ്വര്യവും സഫല സമൃദ്ധിയും അഭ്യുന്നതിയും ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് നാട് നീളെ നടന്ന് എല്ലാവരും ആ പാതയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കൂ. അതിനുള്ള പ്രോഗ്രാമുകളെല്ലാം വിശദമായിട്ട് ചാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം വിശദമായിട്ട് പിന്നീട് ചർച്ച ചെയ്തുള്ള അതിനും ഒരു MLA ആയാൽ നമുക്കടുത്ത നിയമസഭാ ഇലക്ഷന് 100% ഞാൻ ഈ കത്തിച്ചു വെച്ചിരിക്കുന്ന ഈ ഭദ്രദീപത്തെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, തിരുവനന്തപുരം ജില്ലയിൽ ശിവസേനയ്ക്ക് ഒരു MLA ഉണ്ടായിരിക്കും.
ഈ ഒരു MLA ഉണ്ടായാലുള്ള നേട്ടം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മുഴുവൻ കൃഷിഭവനുകളിലും കാർഷിക വികസന സമിതിയിൽ ഒരു മെമ്പറെ എടുക്കാം, മുഴുവൻ മെഡിക്കൽ കോളേജുകളിലും ഉപദേശ സമിതിയിൽ ഒരാളെ കിട്ടും, നിയമസഭയിൽ ഒരു ഓഫീസ് കിട്ടും. ഞാൻ നിയമസഭയിൽ പാർലമെന്റ് പാർട്ടി ഓഫീസ് സെക്രട്ടറി ഇരുന്നിട്ടുള്ള ആളാണ്. ഒരുപാട് പ്രിവിലേജസ് ആണ് കിട്ടുന്നത്. ആ ഒരാൾ MLA ആവുന്നതുകൊണ്ട് മാത്രമല്ല, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചാർട്ട് ഔട്ട് ചെയ്യേണ്ടതുണ്ട്. പ്രോഗ്രാം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൃത്യമായി എണ്ണയിട്ട യന്ത്രം പോലെ അത് മുന്നോട്ട് പോകും എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു. അതിന് നമുക്ക് ഏറ്റവും അങ്ങേയറ്റം ആധ്യാത്മിക കാര്യങ്ങളിലും ഭൗതിക കാര്യങ്ങളിലും ഒക്കെ നിഷ്ഠ ഗുരുദേവന്റെ ഏറ്റവും മികച്ച ശ്രീനാരായണ ഗുരുദേവന്റെ ഏറ്റവും മികച്ച ജീവചരിത്ര ഗ്രന്ഥം എന്ന് പറയുന്ന മൂർക്കോത്ത് കുമാരൻ എഴുതിയതാണ്. അതിലാദ്യം കുറെ ഭാഗം ഒരു അധ്യായം ശരീരശാസ്ത്രത്തെ പറ്റിയാണ്. അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് യോഗസിദ്ധി കൈവരിക്കുന്ന ആളിന് വെള്ളത്തിൽ കൂടെ നടക്കാം. ചില യോഗികളുടെ കാര്യങ്ങൾ വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. യോഗസിദ്ധി ഒരു സാധാരണക്കാരനും കൈവരിക്കാം. അങ്ങേയറ്റത്തെ നിഷ്ഠയോടുകൂടിയുള്ള തപസ് കൊണ്ടാണ് സന്യാസിമാർ അതിലെത്തുന്നത്. അങ്ങേയറ്റം കഠിന പരിശ്രമമുള്ള ഏറ്റവും പരിശ്രമശാലികളായിട്ടുള്ള റെസ്റ്റ് ഉറക്കം പോലും ഇല്ലാതെ നടക്കുന്ന ശാസ്ത്രജ്ഞന്മാർ പോലും ചിലപ്പം അവർക്ക് സിദ്ധി കിട്ടിയെന്നിരിക്കും. ഞാന് ശ്രീ ഭുവനേന്ദ്രൻജിയെ കാണുന്നത് സിദ്ധി കിട്ടിയ ഒരു സന്യാസിക്ക് മേലെയാണ്. അദ്ദേഹം ഈ ശിവസേന രൂപവൽക്കരിക്കുന്നതിന് വേണ്ടി അതിന്റെ പ്രവർത്തനം ഇത്ര കാലം കൊണ്ടുപോകുന്നതിന് വേണ്ടി ശ്രീപത്മനാഭന്റെ മണ്ണിൽ തന്നെ ഇതിന്റെ ഒരു ആസ്ഥാനവും ഒക്കെ അദ്ദേഹം സ്വരൂപിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് ഉണ്ടാക്കേണ്ടി വന്ന പെയിൻ എന്ന് പറയുന്നത് വളരെ അധികമാണ്. ശിവസേനയിൽ 20-30 വർഷമൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള പ്രവർത്തകരും ഇന്നിവിടെ സന്നിഹിതരായിട്ടുണ്ട്. അപ്പൊ ഇവരുടെ എല്ലാം പ്രവർത്തനങ്ങൾക്ക് ഒരു 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 ഫലസിദ്ധി നമുക്ക് ഉണ്ടാക്കിയെടുത്തേ പറ്റുള്ളൂ. അത് ഈ ആ പ്രവർത്തനങ്ങളിൽ ഞാനിവിടെ വിഷ്ണുപാടിയാർ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. പല സ്ഥലത്തും പോയപ്പോഴത്തേക്ക് ശിവസൈനികരായിട്ടുള്ളവർ അങ്ങനെ തന്നെ തുടരുള്ളൂ. വേറൊരു പാർട്ടി പോകത്തില്ല. സ്ലീപ്പർ സെല്ല് പോലെയാണ്. വേറൊരു പാർട്ടി പോകാൻ തയ്യാറല്ല. ഞാൻ ശിവസേന എന്നുള്ള അഭിമാനത്തോടുകൂടി തന്നെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾക്ക്, അവരുടെയൊക്കെ പീഡനങ്ങൾ ആർന്ന ഒരു പ്രവർത്തനത്തിന്, അവരുടെയൊക്കെ നിഷ്ഠയ്ക്ക് ഒരു ഫലം ഉണ്ടാകണം. ആ ഫലം ഇനിയുള്ള കാലത്ത് നമ്മുടെ പ്രവൃത്തിയിലൂടെ വേണം. എനിക്കിന്നൊരു പ്രധാനപ്പെട്ട ദിവസമാണെന്ന്. ജീവിതത്തിൽ വളരെയധികം ഒരു ലോസ് ഉണ്ടായ ഒരു ദിവസം കൂടിയാണ് ഇന്ന്. 15 വർഷം മുന്നേ എന്റെ അച്ഛനും അമ്മയും ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ട ദിവസമാണെന്ന്. നാളെയാണ് അടക്കിയ ദിവസം. അപ്പൊ ഈ ദിവസങ്ങളിൽ മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ വേറെ എങ്ങും പോകാതെ വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടുകയാണ് ചെയ്യുന്നത്. തലേദിവസം രാത്രി 12 കഴിഞ്ഞാൽ പിന്നെ ആഹാരം കഴിക്കാതെ നിന്ന് ഈ 2:30 മണിക്കാണ് മരണപ്പെടുന്നത്. അത് കഴിഞ്ഞേ പിന്നെ കഞ്ഞിയും പയറും കുടിച്ചോണ്ട് നിൽക്കുന്ന ഒരു രംഗമാണ് ഇത്രയും കാലം ഉണ്ടായിരുന്നത്. അപ്പൊ അത് നമ്മുടെ സഹോദരൻ അയ്യപ്പൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിൽ വിശ്വത്തെ ജയിക്കാൻ പോകുന്ന മംഗള മഹാശക്തി ഉറങ്ങിക്കിടപ്പുണ്ട്. അതിനെ തട്ടി ഉണർത്തിയിടുകിൽ അതുതാൻ നിങ്ങൾക്ക് കാമധേനു എന്ന് സഹോദരൻ അയ്യപ്പൻ പറഞ്ഞിട്ടുണ്ട്. നാം ഇഡിയോട്ടിക് സെന്റിമെന്റ്സ് ഒന്നും കൊണ്ടിരിക്കാതെ പ്രവർത്തിക്കുക 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 എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി നമ്മുടെ ശിവസേനയ്ക്ക് വേണ്ടി കൂടി ജീവിതത്തിലെ മറ്റു പല കാര്യങ്ങളും പ്രവർത്തിക്കുന്നതിനോടൊപ്പം കുറച്ച് സമയം ശിവസേനയ്ക്ക് കൂടി നീക്കി വെച്ച് മുന്നോട്ട് പോയാൽ നമുക്കത് കാമധേനുമായി മാറും. നാടിനും ലോകത്തിനും മുഴുവൻ ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന ഒരു വലിയ സംഭവമായി മാറുമെന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു. സമയത്തിന്റെ തീരെ കുറവുണ്ട്. ശ്രീ ഭുവനേന്ദ്രൻജിക്ക് അത്യാവശ്യമായിട്ട് നമ്മുടെ ഈ മീറ്റിംഗിൽ നിന്ന് വിടവാങ്ങേണ്ടതുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഞാൻ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്റെ കടമ. ഞാൻ അതിലേക്ക് കടക്കുന്നു. ഭുവനേന്ദ്രൻ അദ്ദേഹത്തെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കാരണം ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അദ്ദേഹം ആരാണെന്നറിയാം. അദ്ദേഹത്തിനോടുള്ള അദമ്യമായ ബഹുമാനവും സ്നേഹവുമെല്ലാം ഞാൻ കണ്ടതാണ്. പൗർണമിക്കാവിൽ പോലും അദ്ദേഹം ഇപ്പോൾ അവിടെ കാലെടുത്ത് വെച്ചേ ഉള്ളൂ. അവിടെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും കുന്നുകൂടുകയാണെന്ന് ഞാൻ പറയും. അവിടെയൊക്കെ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള നമ്മുടെ ജില്ലാ കമ്മിറ്റി, ഇന്നിവിടെ രൂപവൽക്കരിക്കുന്ന ജില്ലാ കമ്മിറ്റി പ്രത്യേക ശ്രദ്ധ വെക്കണമെന്ന് എനിക്കൊരു നിർദ്ദേശമുണ്ട്. അവിടെ വോളണ്ടിയേഴ്സ് ആയിട്ട് അടുത്ത പൗർണമി മുതൽ അവിടെ എന്തൊക്കെ പൂജയുണ്ടോ അന്നെല്ലാം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലൊരു വോളണ്ടിയർ സേന ഉണ്ടാകണം. ഭുവനേന്ദ്രൻജി തിരുവനന്തപുരം ജില്ലയിൽ എവിടെ വന്നാലും സ്വീകരിക്കാൻ വേണ്ടി ആ വോളണ്ടിയർ സേനയിൽ ഒരു 5 പേരെങ്കിലും മുന്നേ അദ്ദേഹം വരുന്നതിന് മുന്നേ അവിടെ സന്നിഹിതരായി അദ്ദേഹം വിടവാങ്ങുന്നവരെ അവിടെ ഒപ്പം നിൽക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ലീഡേഴ്സ് ട്രെയിനിങ് ക്യാമ്പിൽ ചർച്ച ചെയ്യാമെന്ന് മാത്രം ഞാൻ അവസരത്തിൽ സൂചിപ്പിക്കുന്നു. അതിനും അദ്ദേഹത്തിനും കിട്ടേണ്ട ഒരു ഓണർ, കിട്ടേണ്ട ഒരു പൂജ അദ്ദേഹത്തിന് കൊടുക്കുക തന്നെ വേണം. അതും നമ്മുടെ ഒരു കടമയാണ്. ആധ്യാത്മികവും ഭൗതികവുമായ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകാം. അതിന് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തെ ഞാൻ ഈ സമ്മേളനത്തിലേക്ക് ഹൃദയംഗവുമായി ശിവസേനയുടെ പേരിലും നമ്മുടെ ഓരോരുത്തരുടെയും പേരിലും ഹാർദവമായി ഹൃദയംഗവുമായി പൂജയോടെ സ്വാഗതം ചെയ്യുന്നു. ഇനി എല്ലാവരെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല. നമ്മുടെ
ഷൈജു അദ്ദേഹം, കോട്ടുകാൽ ഷൈജു അദ്ദേഹം എവിടെ മീറ്റിംഗ് വെച്ചാലും ആറ്റിങ്ങൽ മണ്ഡല സമ്മേളനം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ സമ്മേളനം എന്ന് പറഞ്ഞാൽ കിഴക്കൂട്ടം മണ്ഡല സമ്മേളനം കൃത്യം പറയുന്ന സമയത്തിനും 15 മിനിറ്റെങ്കിലും മുന്നേ അവിടെ നിന്ന് സ്ഥാനം പിടിച്ചു. ഈ ഞാൻ പോലും കഴക്കൂട്ടം മണ്ഡല സമ്മേളനത്തിൽ ചെന്നത് 3/4 മണിക്കൂറോളം വൈകിയാണ്. അദ്ദേഹത്തിന് അഭിമുഖീകരിക്കാൻ തന്നെ ബുദ്ധിമുട്ട് തോന്നി. ഈ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഒരു അലറുന്ന കടുവ അങ്ങനെ മുകളിൽ ഇരിപ്പുണ്ട്. അദ്ദേഹം സൗമ്യമായിട്ടിരിക്കണമെങ്കിലും നമുക്ക് അദ്ദേഹം അങ്ങനെ ഒരു അലറുന്ന കടുവയാണെന്ന് തോന്നിപ്പോയി. നിറവിടെ തുളുമാറില്ലല്ലോ. അപ്പൊ അതുപോലുള്ള മഹത്തുക്കളാണെന്ന് വേദിയിലിരിക്കുന്ന മുഴുവൻ ആൾക്കാരും. അപ്പൊ എല്ലാവരെയും ഞാൻ ഒറ്റ വാക്കിൽ, സമയമില്ലാത്തതുകൊണ്ട് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും ഹൃദയംഗമായ എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ, സ്നേഹത്തിന്റെ ഭാഷയിൽ, ആദരവിന്റെ ഭാഷയിൽ എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ശിവസേന. സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കാനായി ശ്രീ ആവാലമോളുജിനെ ക്ഷണിച്ചു. എല്ലാവർക്കും നമസ്കാരം. സംഘടന റിപ്പോർട്ടാണ് അവതരിപ്പിക്കുന്നത്. സംഘടന കുറച്ച് കാലം പ്രവർത്തന കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ നവംബർ മാസത്തിലാണ് ജില്ലാ കമ്മിറ്റി തത്കാല കമ്മിറ്റി എടുത്തത്. അപ്പോൾ അത് എല്ലാ മണ്ഡലങ്ങളിലും മണ്ഡലം കമ്മിറ്റി രൂപീകരിക്കണമെന്ന് മണ്ഡലം കമ്മിറ്റിയും മണ്ഡല സമ്മേളനം നടത്തുമെന്ന് ഒരു ചേട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 2 മണ്ഡലങ്ങൾ മാത്രമേ മണ്ഡല സമ്മേളനം നടന്നിട്ടുള്ളൂ. ഒന്ന് കഴക്കൂട്ടവും ആറ്റിങ്ങലും. ബാക്കി നമ്മളുടെ ജില്ലാ കമ്മിറ്റി ജില്ലാ സമ്മേളനം കഴിഞ്ഞ് കമ്മിറ്റികൾ എടുക്കാമെന്ന് ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ സമ്മേളനം കഴിഞ്ഞതിന് ശേഷമേ നല്ല രീതിയിലുള്ള ഒരു മണ്ഡല സമ്മേളനങ്ങൾ എല്ലാ മണ്ഡലങ്ങളിലും എടുക്കുകയുള്ളൂ. ഇത്രയാണ് പ്രവർത്തന റിപ്പോർട്ട്. ജയ് ശിവസേന. ശ്രീ അഡ്വക്കേറ്റ് രാജീവ് രാജധാനി രണ്ടു പേർക്ക് സംസാരിക്കുന്ന ആദരണീയനായ മോഹൻചേട്ടൻ, കൊട്ടുകാലൻ ഷൈജുസ, മറ്റ് വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന വ്യക്തിത്വങ്ങളെ, ഭാരതം വളരെ ഒരു പ്രത്യാശയുടെ രീതിയിൽ കടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യമായിട്ട് ഇന്ത്യയുടെ ഭരണഘടന 39A പറയുന്നത് രാജ്യത്ത് തുല്യനീതി എന്നുള്ളതാണ്. സ്വാതന്ത്ര്യാനന്തരം 75 വർഷം കഴിയുമ്പോഴും ഇന്നും കോമരന് കഞ്ഞി കുമ്പിളിൽ തന്നെയാണ്. പാവപ്പെട്ടവൻ പാവപ്പെട്ടവനായിട്ടിരിക്കുന്നു, സമ്പന്നൻ ശതകോടീശ്വരന്മാരായി മാറിക്കൊണ്ടിരിക്കുന്നു, സാധാരണക്കാരൻ അത്യുന്നതങ്ങളിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു, രാഷ്ട്രീയ പാർട്ടികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ 1966 രൂപീകൃതമായ ശിവസേന ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അത് വിഭജിക്കപ്പെടുകയും അതിൻ്റെതായ അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് വ്യതിചലിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ വ്യതിചലിച്ചതിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലും ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
ആ സാഹചര്യത്തിലാണ് ഇന്നത്തെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന്റെ ആ പരിതാപകരമായ അവസ്ഥ കണ്ടത്. കാരണം വ്യക്തമായിട്ട് ഒരു റിപ്പോർട്ട് സമർപ്പിക്കണമെങ്കിൽ ആ പാർട്ടിയുടെ അടിസ്ഥാനത്തിൽ നേതൃത്വം കൊടുത്തു നിൽക്കുന്ന കറക്റ്റ് ഈ പറഞ്ഞ രീതിയിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം 14 ജില്ലകളും 77 റവന്യൂ താലൂക്കുകളും 140 നിയോജക മണ്ഡലങ്ങളും 1178 പഞ്ചായത്തുകളും 24,897 വാർഡ്, ഏകദേശം 25,000 വാർഡുകളിലും പാർട്ടി സജ്ജമായിരിക്കണം. ആ പാർട്ടി സജ്ജമായെങ്കിലേ അതിന്റെ താഴെ തട്ടിൽ പിരമിഡ് പോലെ ആദ്യം വാർഡിൽ പാർട്ടി, അത് കഴിഞ്ഞ് പഞ്ചായത്തിൽ, അത് കഴിഞ്ഞ് താലൂക്കിൽ, അത് കഴിഞ്ഞ് മണ്ഡലത്തിൽ, മണ്ഡലം കഴിഞ്ഞാൽ ജില്ലയിൽ, ജില്ല കഴിഞ്ഞാൽ സംസ്ഥാനം. ഇത്തട്ടിലേക്ക് ഇത് വളരണം. നിർഭാഗ്യവശാൽ നമ്മൾ കണ്ടു, സമ്പന്നമായ 75 വർഷത്തെ പാരമ്പര്യമുള്ള എ.ഒ. ഹ്യൂം എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരൻ രൂപം കൊടുത്ത ഗാന്ധിജി പിരിച്ചുവിടാൻ പറഞ്ഞ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അവസ്ഥ. ബാലസാഹേബ് താക്കറെ പറഞ്ഞത് മണ്ണിന്റെ മക്കൾ വാദമാണ്. വിഡ്ഢികൾ അത് പറഞ്ഞു വരുത്തി മഹാരാഷ്ട്രക്കാർക്ക് മാത്രമാണ് മഹാരാഷ്ട്ര എന്ന്. കാലം തെളിയിച്ചു, വർഷങ്ങൾക്ക് ശേഷം ഭാരതം ബി.ജെ.പി. ഭരിക്കുവാൻ സാഹചര്യമുണ്ടായപ്പോൾ ആ വാക്ക് ബാലാസാഹേബ് താക്കറെജിയുടെ വാക്കുകൾ അർത്ഥമുള്ളതായി മാറി. ഭാരതം ഭാരതത്തിന്റെ മക്കൾക്കുള്ളതാണെന്ന് അദ്ദേഹം പണ്ട് പറഞ്ഞത്. അതിനെ വ്യതിചലിപ്പിച്ചാണ് ചില വ്യാഖ്യാനിച്ച് ദുർവ്യാഖ്യാനം ചെയ്താണ് മണ്ണിന്റെ മക്കൾ വാദം പറഞ്ഞു. മഹാരാഷ്ട്രക്കാർക്ക് മാത്രമാണ് മണ്ണിന്റെ മക്കൾ വാദം. അപ്രകാരം അന്ന് എൽ കെ അദ്വാനിയുടെയും വാജ്പേയിയുടെയും ഉപദേശകനായിരുന്നു ഈ ബാലാസാഹേബ് താക്കറെ. പാർട്ടി പറന്നു പന്തലിച്ചു. ശിവസേനയുടെ അടിത്തട്ടിൽ അയോധ്യയുടെ കൽപാദങ്ങൾ പണിയുന്നതിൽ പങ്കുവഹിച്ച പാർട്ടിയാണ് ശിവസേന. ശിവസൈനികരായിരുന്നു അയോധ്യയുടെ പുനർനിർമ്മാണത്തിന്റെ സ്ഥാപകർ. പക്ഷെ എന്തോ പാർട്ടിക്ക് മൂല്യച്യുതി സംഭവിച്ചിരിക്കുന്നു. ആ മൂല്യച്യുതി സംഭവിച്ചത് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ. ഫീനിക്സ് എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ പക്ഷിയാണ്. ആ പക്ഷി എന്ന് പറയുന്നത് അത് ചാരമാകും തോറും വീണ്ടും എഴുന്നേറ്റ് നിൽക്കും. അതാണ് ഫീനിക്സ്. വീണ്ടും ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അതിന്റെ 10 മടങ്ങ് ശക്തത്തിൽ വരും. അതാണ് ശിവസേനയുടെ വളർച്ച. ആ ശിവസേനയെ ഫീനിക്സ് പക്ഷിയെ പോലെ വളർത്തിയെടുക്കുവാനാണ് ആദരണീയനായ ഭുവൻ ചേട്ടൻ വീണ്ടും ശ്രമം തുടങ്ങിയിരിക്കുന്നത്. അദ്ദേഹം ആലപ്പുഴയിലെ മീറ്റിംഗിൽ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, ഇത് തുടങ്ങി വെച്ച കാലത്തുള്ളതുപോലെ ഇപ്പൊ വീണ്ടും തുടങ്ങുകയാണ്. അപ്പോൾ അത്രമാത്രം കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ഈ പാർട്ടി വളരെ നല്ല രീതിയിൽ വളർത്തെടുക്കണമെങ്കിൽ നിങ്ങൾ ഇന്ന് തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ കൂടിയിരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കേണ്ടത് അവനവന്റെ വാർഡുകളിലും പഞ്ചായത്തുകളിലും താലൂക്കുകളിലും ജില്ലാ അടിസ്ഥാനത്തിൽ ഈ പാർട്ടി ശക്തമാകണം. സ്വാഗത പ്രാസംഗ്യൻ അരുൾ ചെയ്തതുപോലെ പാർട്ടി വളർത്തിയെടുക്കുവാൻ നിങ്ങൾ ദിവസം ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ നിങ്ങൾ മാറ്റിവെച്ചാൽ കേരളം ഭരിക്കുന്ന 2 എംപിമാർ ലോക്സഭയിലേക്ക് തമിഴ്നാട്ടിൽ നിന്നും സ്റ്റാലിൽ നിന്നും കടമെടുത്തുകൊണ്ട് ഇന്ത്യയിലെ 2 എംപിമാരുള്ള ഒരു പാർട്ടി കേരളം ഭരിക്കുമ്പോൾ ഇന്ത്യയുടെ ഭാരതത്തിലെ ശിവസേനയ്ക്ക് 16 എംപിമാർ ഇന്ത്യൻ പാർലമെന്റിൽ ഇരിക്കുകയാണ്. ഇന്ത്യൻ പാർലമെന്റിൽ 16 എംപിമാരും ഏകദേശം 82ഓളം MLA-മാരുമുള്ള ഒരു പാർട്ടി കേരളത്തിൽ ശോഷിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കില്ല. നിങ്ങൾക്കറിയാം, SDPI, PDP മുതലായ സംഘടനകൾ വളർത്തി നമ്മളുടെ നാളത്തെ കുട്ടികൾക്കും നാളത്തെ സ്ത്രീകൾക്കും നാളത്തെ നമ്മുടെ മക്കൾക്കും സ്വന്തമായി ജീവിക്കുവാനും സ്വതന്ത്രമായി നടക്കുന്നതിനും അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ നടത്തുന്നതിനും ഹനിച്ചുകൊണ്ടിരിക്കുന്നു. ഭാരതത്തിന്റെ സ്ഥിതി ഞാൻ പറഞ്ഞ മോശമായെന്ന് പറഞ്ഞത് ബംഗാൾ എന്ന് പറയുന്ന ഒരു സംസ്ഥാനം രാജ്യമാക്കി മാറ്റുവാൻ ശ്രമിക്കുന്നു. മലബാർ എന്ന് പറയുന്ന ഒരു സംസ്ഥാനം, മലബാർ എന്ന് പറയുന്ന ഒരു ജില്ല സംസ്ഥാനമാക്കി മാറ്റുവാൻ ശ്രമിക്കുന്നു. ചില തീവ്രവാദ ശക്തികൾ നമ്മൾ അറിയാതെ നമ്മുടെ അയൽവാസികളായി വരുന്നു. അപ്പോൾ ഓരോ ശിവസൈനിക പ്രവർത്തകനും സന്നദ്ധരായിക്കൊണ്ട് ജാഗരൂകരായിക്കൊണ്ട്
ഈ പാർട്ടിയെ ശക്തിപ്പെടുത്തിയെടുത്താൽ 16 എംപിമാർ പാർലമെന്റിൽ ശ്രദ്ധിക്കുമ്പോൾ 20 എംപിമാർ മൊത്തത്തിലുള്ള കേരളത്തിൽ ശിവസേനയുടെ ശക്തി എന്താണെന്ന് വെളുത്തി തീർക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. 14 ജില്ലയിലും ജില്ലാ സമ്മേളനങ്ങൾ നടന്നു കഴിയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ശിവസേനയുടെ സംസ്ഥാന സമ്മേളനം ആരാധ്യനായ ഭുവൻജി തീരുമാനിക്കുന്നിടത്ത് വെച്ച് നടക്കും. ആ നടക്കുന്ന സമയത്ത് ശിവസേനയുടെ നിലവിലെ നമ്മളുടെ സേനാ പ്രമുഖർ ഉദ്ധവ് താക്കറെജിയോ അദ്ദേഹത്തിന്റെ മകനോ ഡെപ്യൂട്ടിയോ ആദിത്യ താക്കറെജിയോ ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷ വേണമെങ്കിൽ ഇന്നിവിടെ കൂടിയിരിക്കുന്ന 83 പേർ 8300 ആയാലും പറ്റില്ല. അപ്പോൾ അത്തരത്തിൽ സംഘടിപ്പിക്കണം, അത്തരത്തിൽ ഈ സംഘടന വളരണം. പുത്തരിക്കണ്ടം മൈതാനമായാലും മറൈൻ ഡ്രൈവ് ആയാലും കവിഞ്ഞൊഴുകണം. ആ കവിഞ്ഞൊഴുകുന്നതിന് വേണ്ടി ഈ ജില്ലാ സമ്മേളനം മറ്റുള്ള 13 ജില്ലകൾക്ക് മാതൃകയാകട്ടെ എന്ന് സർവേശ്വരിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും ഈ സംസ്ഥാന സമ്മേളനത്തിൽ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ശിവസേന. ശ്രീ രാമസുബ്രഹ്മണ്യൻ സ്റ്റേറ്റ് കമ്മിറ്റി അംഗത്തെ 2 വാക്കുകൾ സംസാരിക്കുന്നു. കാലങ്ങളായി ശിവസേന 80% ജീവകാരുണ്യ പ്രവർത്തനവും 20% രാഷ്ട്രീയ പ്രവർത്തനവുമാണ് നടത്തിക്കൊണ്ടിരുന്നത്. നമുക്ക് പഴയ പോലെ തന്നെ തിരിച്ചും ആ പ്രവർത്തനത്തിലേക്ക് സജ്ജമാക്കുവാൻ എല്ലാവിധ സഹകരണങ്ങളും പ്രവേശിച്ചുകൊണ്ട് നന്ദി പറയുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനായി ശ്രീ എം എസ് ഈ യോഗത്തിന്റെ അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന എല്ലാ ശിവസേന ശക്തരായ നേതാക്കളെ, ഇവിടെ സമ്മേളനത്തിൽ എത്തിയിട്ടുള്ള പാർട്ടിയുടെ നേതാക്കൾ, ശരിക്കും കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് തിരുവനന്തപുരം ജില്ലയിൽ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഇതേപോലെ കുറച്ച് ആൾക്കാരെ വിളിച്ചു കൂട്ടാൻ നിശ്ചയിച്ചത്. ശരിക്കും 29-ാം തീയതിയാണ് ജില്ലയിൽ ചുമതലയായിട്ട് വന്നിട്ടുള്ള പുതിയ ഭാരവാഹികൾ സമ്മേളനം നിശ്ചയിച്ചത്. അപ്പോൾ ആ 29-ാം തീയതി പാലക്കാട് ജില്ലയുടെ സമ്മേളനം ഒറ്റപ്പാലത്ത് നടക്കുന്നതുകൊണ്ട് അവർ മുൻകൂട്ടി നിശ്ചയിച്ചുകൊണ്ട് ഇത് വളരെ വേഗത്തിൽ ഈ ദിവസം നടത്താൻ നിശ്ചയിച്ചതുകൊണ്ട് ആണ് ഇന്ന് നിശ്ചയിക്കപ്പെട്ടത്. അതുകൊണ്ട് അതിൻ്റെതായ സമ്മേളനത്തിന് ആൾക്കാർ വരുന്നതിനെല്ലാം കുറവുകൾ സംഭവിച്ചു. പലരും പറയേണ്ടവർ എത്തിയിട്ടില്ല, വരാനുണ്ട്. എങ്കിലും കുറച്ച് മാസങ്ങൾക്കും വർഷങ്ങൾക്കും ശേഷം ഒരു നല്ല യോഗമാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഇതിന് സജീവമായി വീണ്ടും പാർട്ടി പ്രവർത്തനം നമുക്ക് വീണ്ടും തുടങ്ങാമെന്നുള്ള ഒരു നിശ്ചയ ദാർഢ്യത്തോടെയാണ് വീണ്ടും ഈ സമ്മേളന വേദിയിൽ ഞാൻ നിൽക്കുന്നത്. അപ്പൊ ഈ സമ്മേളനത്തോടെ ഈ ജില്ലയുടെ പ്രവർത്തനത്തിനൊരു പുതിയ നേതൃത്വമാണ്. അത് പാർട്ടി പ്രസിഡന്റായിരുന്നാലും
പാർട്ടിയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിരുന്നാലും ജില്ലാ സെക്രട്ടറി ആയിരുന്നാലും അതിന്റെ സാമ്പത്തിക കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാത്തിനും പുതിയ ഒരു നേതൃത്വം ഈ ജില്ലയ്ക്ക് വരും. പാർട്ടിയിൽ ഒരു സംഘടനാ പ്രവർത്തനത്തിന് വളരെ നാളുകൾ കൊണ്ട് വളരെ മോശം പ്രവർത്തനം അല്ലെങ്കിൽ ചെറുതായിട്ട് പ്രവർത്തനം പൂർണ്ണമായിട്ട് നടക്കാതിരുന്നൊരു ജില്ല തിരുവനന്തപുരം. കേരളത്തിൽ മറ്റു ജില്ലകളിലെല്ലാം കുറച്ച് നന്നായി നടന്നിരുന്നപ്പോഴും ഇവിടെ വളരെ മോശമായിട്ടാണ്. ഒന്ന്, അങ്ങനെ നടക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചതുകൊണ്ട് തന്നെ അങ്ങനെ നടന്നതാണ്. കാരണം അർഹതയില്ലാത്ത ആൾക്കാര് വളർന്ന് വരാൻ പാടില്ല എന്ന് എന്റെ മനസ്സിലുണ്ടായിരുന്നു. എപ്പോഴും പാർട്ടിക്കുള്ളിൽ നിൽക്കുന്ന നേതൃത്വം പാർട്ടി പ്രവർത്തകരോട് കൂറുണ്ടാവണം, പ്രസ്ഥാനത്തിനോട് കൂറുണ്ടാവണം, സമൂഹത്തിനോട് ഒരു കടപ്പാടുണ്ടാവണം. അങ്ങനെ സമൂഹത്തിനോടും പ്രസ്ഥാനത്തിനോടും കടപ്പാട് ഉള്ളവർ നേതൃത്വത്തിൽ നിന്നങ്ങനെ നേതൃത്വം ഈ ജില്ലയിൽ ഉണ്ടാകണം. അത് ഈ ജില്ലയിൽ മാത്രമല്ല മറ്റു ജില്ലകളിലും ഉണ്ടാകണം. അപ്പൊ അതിനുവേണ്ടിയാണ് ഈ പാർട്ടി ഉണ്ടാക്കിയത്. ശരിക്കും 90-ലാണ് പാർട്ടിയുടെ രൂപീകരണം ഔദ്യോഗികമായി നമ്മൾ പറയുന്നെങ്കിൽ 87 മുതൽ ശിവസേനയ്ക്ക് പ്രവർത്തനം തുടങ്ങുന്നതിന് വേണ്ടി തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരുന്നു. അപ്പൊ അത്രയും വർഷമാണ് 37 വർഷത്തെ പ്രയത്നവും പ്രവർത്തനവും ചെയ്തു. ഇതിൽ വന്നിരിക്കുന്ന പല ആൾക്കാരും ഇപ്പോൾ ഇരിക്കുന്ന ആൾക്കാരെയല്ല ഞാൻ പറയുന്നത്. പലരും ഇതിന്റെ ഗുണങ്ങളെല്ലാം പറ്റിയവരാണ്. ഗുണം പറ്റിയിട്ട് പ്രസ്ഥാനത്തോട് കൂറില്ലാതെ, അങ്ങനെ കൂറില്ലാത്തവർ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് എല്ലാം പറ്റണ്ട എന്ന് മനസ്സുകൊണ്ട് ഞാൻ വിചാരിച്ചത് കൊണ്ട് ഇത് ഇങ്ങനെ പോകട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ ഇനി വന്നിരിക്കുന്ന ഈ നേതൃത്വം അവർ ഉണ്ടായ ചരിത്രം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തകരോടും പ്രസ്ഥാനത്തിനോടും സമൂഹത്തോടും 100% കടമപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടാണ് പുതിയൊരു നേതൃത്വത്തെ ഇന്ന് നിശ്ചയിക്കുന്നത്. ഈ നേതൃത്വം ഈ ജില്ലയിൽ എല്ലാ പഞ്ചായത്തുകളിലും, അത് ഇതിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്ന വിജയേന്ദ്രകുമാർ പറഞ്ഞു, എല്ലാ പഞ്ചായത്തുകളിലും കമ്മിറ്റി ഉണ്ടാകണം. അത് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടുന്നതിന് മുമ്പ് ഇങ്ങോട്ട് പറയാം. അപ്പൊ അത് ഒരു നല്ല കാഴ്ചപ്പാടാണ്, കീഴ്വഴക്കമാണ്. എല്ലാ പഞ്ചായത്തുകളും കമ്മിറ്റി വേണം. ഈ മണ്ഡലം കമ്മിറ്റികൾ എന്ന് പറയുന്ന മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല. ആ മണ്ഡലത്തിൽ നേതാക്കളായിട്ട് വരുന്നത് അവരുടെ മണ്ഡലങ്ങളിലുള്ള എല്ലാ പഞ്ചായത്തുകളിലും കമ്മിറ്റി വേണം. അതിന് ഭാരവാഹികൾ വേണം. ആ പഞ്ചായത്ത് വാർഡുകളിൽ കമ്മിറ്റി ഉണ്ടാകും. അപ്പൊ ഇതൊക്കെയാണ് വാസ്തവത്തിൽ അടുത്തൊരു ജില്ലാ യോഗത്തിൽ വന്നിട്ട് ഇതിൽ നേതാക്കൾ സംസാരിക്കേണ്ടത്. എത്ര പഞ്ചായത്തുകളിൽ കമ്മിറ്റി ഉണ്ടാക്കാൻ സാധിച്ചു? ഇന്നത്തെ സമ്മേളനത്തിൽ എത്ര പഞ്ചായത്തുകൾ കമ്മിറ്റി ഉണ്ടാക്കി, എത്ര വാർഡുകളിൽ കമ്മിറ്റി ഉണ്ടായി, എത്ര പുതിയ നേതാക്കൾ പ്രസ്ഥാനത്തിലാണ്? ഇതാണ് പ്രസ്ഥാനത്തിന് നേതൃത്വത്തിൽ കാഴ്ചപ്പാടുള്ളവരുടെ സമീപനം. അതേപോലെ വിവിധ സംഘടനയുടെ പോഷക സംഘടനകൾ, യുവസേനയായിരുന്നാലും അല്ലെങ്കിൽ ട്രേഡ് യൂണിയമായ സംഘടനകളായാലും, ഇത് ഫിലിം സംഘടനയെ നേതൃത്വം കൊടുക്കുന്ന നേതാക്കൾ ഇതിനകത്തുണ്ട്, യുവസേനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളിലും നമുക്ക് കമ്മിറ്റികൾ ഉണ്ടാവണം, പാർട്ടി ഭാരവാഹികൾ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാകാൻ നമുക്ക് സാധിക്കുന്നതാണ്. അത്രമാത്രം സാധ്യതയുള്ള ഒരു പ്രവർത്തനം നമുക്ക് നടത്താൻ സാധിക്കും. അപ്പോൾ പ്രസ്ഥാനത്തിൽ
ഒരു 97 അല്ലെങ്കിൽ 2000-ന് ശേഷം കടന്നു വന്ന ചില ആൾക്കാർ ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ചയെ ശരിക്കും വളരുന്നതിനേക്കാൾ അവർ സ്വയം വളരാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയതുകൊണ്ട് അത് വളരെ നാളുകൾ ഞാനത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇത് ഈ രൂപത്തിൽ തന്നെ പോകട്ടെ എന്ന് നിശ്ചയിച്ചുകൊണ്ട് ഇങ്ങനെ പോയതാണ്. നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന നേതൃത്വം എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഈ നേതൃത്വം സജീവമായി പ്രവർത്തിച്ചാൽ അവർക്ക് തിരുവനന്തപുരത്ത് ഭരിക്കുന്ന പാർട്ടിയും പ്രതിപക്ഷത്ത് നിൽക്കുന്ന പാർട്ടിയേക്കാൾ ശക്തമായ ആയിരക്കണക്കിന് യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു വലിയ പ്രസ്ഥാനമാക്കി ഈ പ്രസ്ഥാനത്തെ മാറ്റാൻ സാധിക്കും. അത് 100% സാധിക്കുന്ന നേതൃത്വമാണ് ഇന്ന് ചുമതല ഏൽക്കാൻ പോകുന്നത്. അവരുടെ പ്രവർത്തനത്തിന് അവർ നിശ്ചയിക്കേണ്ടത് ഒന്ന്, ഈ പാർട്ടിയിൽ ഉള്ളവർ നല്ല വ്യക്തിത്വമുള്ളവരായിരിക്കും. സമൂഹം അംഗീകരിക്കുന്ന നേതാക്കളായിട്ട് എവിടെ ചെന്നാലും ഒരു അംഗീകാരം കിട്ടുന്നവരായിരിക്കും. ഇതിലുള്ള നേതാക്കളെ സമൂഹം വെറുക്കപ്പെടുന്നവരാവാൻ പാടില്ല. എന്തെങ്കിലും കിട്ടുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാവാൻ പാടില്ല. അപ്പൊ അങ്ങനെയുള്ള സംഭാഷണങ്ങൾ മറ്റുള്ളവരിൽ നിന്നുണ്ടാവാതെ സ്വയം അംഗീകാരം കിട്ടുന്ന ഒരു നേതൃത്വം ഈ ഇരിക്കുന്ന നേതാക്കൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള പ്രവർത്തനം ഉണ്ടാക്കാൻ സാധിക്കും. പണ്ട് ശിവസേന തുടക്കം കാലഘട്ടത്തിൽ ഇതൊരു ജീവകാരുണ്യ പ്രസ്ഥാനം എന്ന രൂപത്തിന് വേണ്ടി പ്രാധാന്യം കൊടുത്തിരുന്നു. അതനുസരിച്ച് പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. എല്ലാ രംഗത്തിലും ശിവസേന ഓഫീസിലേക്ക് ഡെയിലി നിരവധി ആൾക്കാർ ആവശ്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ കഷ്ടതകൾക്ക് എന്തെങ്കിലും പ്രതിവിധി കെട്ടുന്നതിന് വേണ്ടി ശിവസേന ഓഫീസിലേക്ക് വന്നിരുന്നു. ആ രൂപത്തിലേക്ക് പ്രസ്ഥാനം വീണ്ടും നമുക്ക് തിരിച്ചു കൊണ്ടുപോകാൻ സാധിക്കണം. ആരാണോ ചൂഷണം ചെയ്യാൻ വേണ്ടി നമ്മളോടൊപ്പം കൂടിയിട്ടുള്ളത് അവര് ആ ചൂഷകരെ എല്ലാം ഓരോന്നായിട്ട് നമുക്ക് ഒഴിവാക്കണം. അവര് ഇതിനകത്ത് ഇനി ഉണ്ടാവാൻ പാടില്ല. അതായിരിക്കും നമ്മുടെ നിശ്ചയം. ആരാണ് ചൂഷണത്തിന് വേണ്ടി പ്രസ്ഥാനത്തിൽ കൂടിയെങ്കിൽ അവർ നമ്മുടെ പ്രസ്ഥാനത്തിൽ വേണ്ട. അവരവരുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തിയിട്ട് വരട്ടെ, അവരുടെ ശീലം മാറ്റിയിട്ട് വരട്ടെ. ഇതൊരു ആൾക്കാർക്ക് വേണ്ടി സേവനം ചെയ്യുന്ന പ്രസ്ഥാനം, രാഷ്ട്രീയം ഒരു സേവനമായി സ്വീകരിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഇതിനകത്ത് വരട്ടെ. അല്ലാത്തവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് സമൂഹം ഇഷ്ടപ്പെടുന്ന അംഗീകരിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനമായിട്ട് വരണം. 2, ഇതിനകത്ത് വന്നു ചേർന്നിട്ടുള്ള ആരും തന്നെ അവരുടെ ജീവിതം ഈ പ്രസ്ഥാനം കൊണ്ട് അവരുടെ കുടുംബം വേദനിക്കാൻ പാടില്ല. സമരം ചെയ്യാൻ പോയി അല്ലെങ്കിൽ മറ്റുള്ളവരെ ആക്രമിക്കാൻ പോയി കേസിൽ പ്രതിയായി ജയിലിൽ പോകാൻ പാടില്ല. ഈ പ്രസ്ഥാനത്തിൽ വന്നതുകൊണ്ട് കുടുംബത്തിന് ഒരു നഷ്ടവും ഇതിലിരിക്കുന്ന ആരും തന്നെ ഉണ്ടാക്കാൻ പാടില്ല. ഇത് ഈ ശിവസേന തുടങ്ങി അന്ന് മുതൽ ഞാൻ പറയുന്നു. ഇതിൽ വന്ന ആൾക്കാർക്ക് കുടുംബത്തിന് അഭിമാനം ഉണ്ടാവണം, നാട്ടിന് ജനങ്ങൾക്ക് അഭിമാനം ഉണ്ടാവണം. ആ രൂപത്തിൽ ഉള്ള ഒരു പ്രവർത്തന ശൈലി നമുക്ക് സ്വീകരിക്കണം. ഇന്ന് വരെ ശിവസേന പ്രസ്ഥാനത്തിൽ വന്നിട്ടുള്ള ഒരാൾ പോലും പ്രസ്ഥാനത്തിൽ വന്ന അവരുടെ ജീവിതം നശിച്ചു പോയി എന്ന് ഒരു സ്ഥലത്തും പ്രസ്ഥാനത്തിലുള്ള ഒരാളെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കില്ല. ഈ പ്രസ്ഥാനത്തിൽ വന്ന് ജീവിതം ഉയർത്തിയവർ മാത്രമേ ഉള്ളൂ. പ്രസ്ഥാനത്തിൽ കോട്ടമുണ്ടാക്കിയാലും നഷ്ടമുണ്ടാക്കിയാലും അവരവരുടെ ജീവിതവും കുടുംബവും ഒക്കെ ഉയർത്തിയവർ മാത്രമേ ഈ പ്രസ്ഥാനത്തിലുള്ളൂ. അത് സന്തോഷകരമായ കാര്യമാണെങ്കിലും ഈ പ്രസ്ഥാനത്തിൽ വന്ന് പ്രസ്ഥാനത്തെ മറന്ന് പ്രവർത്തിച്ചവർ ഇപ്പോഴും പ്രസ്ഥാനത്തിലുണ്ട്. അവരെ നിങ്ങൾ കരുതിയിരിക്കണം. അവരാരാണെന്ന് കണ്ടെത്തണം. അവർക്ക് പ്രസ്ഥാനത്തോട് കൂറില്ലാത്തവർ ഇതിനകത്ത് അധിക നാട് നമ്മൾ സ്ഥാനമൊന്നും കൊടുക്കാൻ പാടില്ല. ഇത് ഈ പുതിയ നേതൃത്വം കൊടുക്കുന്ന മുഴുവൻ ആൾക്കാർ മനസ്സിലാക്കുക. എല്ലാ മണ്ഡലങ്ങളിലെയും പഞ്ചായത്തുകളിലും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളിലും നമുക്ക് കമ്മിറ്റി ഉണ്ടാക്കാൻ സാധിക്കണം. ഇതാണ് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്, ഇതൊരു ദൈവാനുഗ്രഹമുള്ള പാർട്ടി.
മുന്നോട്ട് നിൽക്കും. ഈശ്വരാനുഗ്രഹമുള്ള പാർട്ടി, ഈശ്വരാനുഗ്രഹമുള്ള പാർട്ടി ആയതുകൊണ്ടാണ് ഇത് ഇന്നും നിലനിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഇതിനു മുമ്പേ അധികാരമില്ലാത്ത ഒരു പ്രസ്ഥാനം കേരളത്തിലെ അപ്രത്യക്ഷമാണ്. കാരണം 1990-ൽ ഈ പാർട്ടി ഉണ്ടാക്കിയതിനു ശേഷം ഉണ്ടായ എത്രയോ പാർട്ടികൾ നശിച്ചുപോയി. ശിവസേന പാർട്ടി ഉണ്ടാക്കിയതിനു ശേഷമാണ് എല്ലാവരും അറിയപ്പെടുന്ന BJP-യിൽ നിന്നും പുറത്തു വന്ന K. രാമൻപിള്ള പാർട്ടി ഉണ്ടാക്കി. അദ്ദേഹം 8-10 വർഷം പാർട്ടി ഉണ്ടാക്കി കേരളം മുഴുവൻ സമ്മേളനം നടത്തി. ഇടതുപക്ഷ മുന്നണി അദ്ദേഹത്തെ ആ പ്രസ്ഥാനത്തിലേക്ക് ചേർക്കുവാൻ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന യോഗത്തിൽ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി. ആ പാർട്ടി ഇന്നില്ല. KR ഗവൺമെന്റ് ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയ ശേഷം ഒരു പാർട്ടി ഉണ്ടാക്കി, മന്ത്രിമാരുണ്ടായി. ആ പാർട്ടി ഇന്നില്ല. RSP ഉണ്ടാക്കി. അതേപോലെ PDP വലിയ കോളിളക്കം കൊണ്ട പാർട്ടി, എത്രയോ പാർട്ടികൾ ഉണ്ടാക്കി. ആ പാർട്ടികളെല്ലാം ഇന്ന് ME രാഘവൻ ഉൾപ്പെടെ പാർട്ടികളെല്ലാം നശിച്ചു. ഇന്നും ഇതൊന്നും ഭരണം ഇതൊന്നും ഇല്ലെങ്കിലും മന്ത്രി MLA ഈ പ്രസ്ഥാനം നിൽക്കുന്ന ഇതൊരു ദൈവാനുഗ്രഹത്തിന്റെ പാർട്ടി. ആ ദൈവാനുഗ്രഹമുള്ളവർക്ക് മാത്രമേ ഇതിനകത്ത് നിൽക്കാം. ഇതിനകത്ത് ചതിയും വഞ്ചനയും അല്ലെങ്കിൽ കാപട്യമുള്ളവർ അധികം നാൾ ഇതിനകത്ത് നിൽക്കാനുണ്ടാവില്ല. അവർ ഈ പ്രസ്ഥാനത്തിൽ നിന്നും ഞാൻ പുറത്താക്കണ്ട, നിങ്ങളാരും പുറത്താക്കണ്ട, അവർ തനിയെ പൊയ്ക്കോളൂ. അതുകൊണ്ട് എന്ന് പറയുമ്പോൾ സത്യം, ധർമ്മം, നീതി അടിസ്ഥാനത്തിൽ നമ്മൾ ദൈവികമായ ദൈവത്തിന്റെ സാക്ഷി നിർത്തുന്ന ഈ പ്രസ്ഥാനത്തെ കൊണ്ടുപോകാൻ സാധിക്കും. എങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽക്കാൻ സാധിക്കുള്ളൂ, ഈ പ്രസ്ഥാനവും നിലനിൽക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഇതിലിരിക്കുന്ന മുഴുവൻ ആൾക്കാരും എന്ത് ചെയ്യുമ്പോഴും ദൈവത്തിന് മറന്നൊന്നും തന്നെ ചെയ്യാൻ പ്രവർത്തിക്കാൻ ചിന്തിക്കരുത്. ദൈവത്തിന് സാക്ഷി നിർത്തി പ്രവർത്തിക്കും. പക്ഷെ ദൈവത്തിനെ കാപട്യത്തിന് വേണ്ടി നിങ്ങൾ വിളിക്കാൻ പാടില്ല. സത്യത്തിനെ വിളിക്കാം, അധർമ്മത്തിനെ വിളിക്കരുത്, നീതിക്ക് വേണ്ടി വിളിക്കാം. അപ്പൊ അതനുസരിച്ചുള്ള ഒരു പ്രവർത്തന ശൈലി അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോവാം. നമുക്ക് അടുത്ത് 2 മണ്ഡലങ്ങളിൽ സമ്മേളനം നടത്തിയിട്ടുണ്ട്. ബാക്കി മണ്ഡലങ്ങളിലും ബാക്കി 12 മണ്ഡലങ്ങളിലും നമുക്ക് സമ്മേളനം നടത്താം. അപ്പൊ ഇതിന്റെ ഭാരവാഹികളെ നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചതാണ്. എങ്കിലും അവരെ ഔദ്യോഗികമായ നിശ്ചയിക്കപ്പെട്ട പദവി ഇന്ന് ഞാൻ ഇവിടെ വായിക്കുകയാണ്. ഈ ജില്ലയുടെ പ്രസിഡന്റായിട്ട് വിജയേന്ദ്രകുമാർ, വൈസ് പ്രസിഡന്റായിട്ട് 2 പേരാണ്. സുഭാഷ് മണക്കാട്, അമ്പാടി ഉദയൻ. ഓർഗനൈസർ സെക്രട്ടറി ആയിട്ട് ആറാട്ടുപാട് ജിനു, സെക്രട്ടറി ആയിട്ട് വിഷ്ണു അമ്പാടി, ട്രഷറായിട്ട് അഭിലാഷ് R, PRO ആയിട്ട് സുജിത്ത് ഒരിക്കൽ കുറയ്ക്കൽ സുഖമില്ലാതെ വന്നിട്ടില്ല. അതേപോലെ നമ്മുടെ BKSന്റെ പ്രസിഡന്റായിട്ട് രതീഷ്, സെക്രട്ടറി ആയിട്ട് വിവേക്, കഴക്കൂട്ടം മണ്ഡലത്തിന്റെ കമ്മിറ്റി ഭാരവാഹികൾ പ്രസിഡന്റ് ഉമേഷ്, സെക്രട്ടറി ഹരികൃഷ്ണൻ, വൈസ് പ്രസിഡന്റായിട്ട് സെൻമോൻ, ട്രഷറർ ലിജു, ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ കമ്മിറ്റി ഭാരവാഹികൾ പ്രസിഡന്റായ അനിൽ, വർക്കിംഗ് പ്രസിഡന്റായിട്ട് വിജയൻ, സെക്രട്ടറി ആയിട്ട് അനിൽകുമാർ കുഞ്ഞുമാൻ. ഒരാളെയും കൂടെ നമുക്ക് സെക്രട്ടറി ആയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളെ ഓർഗനൈസർ പ്രസന്നൻ.
വൈസ് പ്രസിഡന്റായിട്ട് വിമൽ കുമാർ, ശശാങ്കൻ, ട്രഷറായിട്ടും മുകേഷ് കാരറ്റ്, ജോയിന്റ് സെക്രട്ടറി ആയിട്ട് വിവേക് NG, സോമൻ, യുവസേനയുടെ പ്രസിഡന്റായി വിവേക്, സെക്രട്ടറി ആയിട്ട് ചന്ദ്രു, വൈസ് പ്രസിഡന്റായി വൈശാഖ്. ബാക്കി ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ അതാത് മണ്ഡലങ്ങളിൽ നിന്ന് ഈ കമ്മിറ്റി തീരുമാനിക്കണം. 14 ജില്ലകളിൽ നിന്ന് 14 എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, അതേപോലെ യുവസേന, അതേപോലെ ജില്ലാ കമ്മിറ്റി രൂപീകരിക്കുക. അപ്പൊ ഈ കമ്മിറ്റി പൂർണ്ണ ഉത്തരവാദിത്തോടുകൂടി ഇന്നുവരെ തിരുവനന്തപുരം ജില്ലയിൽ പ്രവർത്തനം നടത്തിയ കമ്മിറ്റികൾക്ക് നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ മാതൃകാപരമായ, കേരളത്തിലെ എല്ലാ ജില്ലകൾക്കും മാതൃകാപരമായ ഒരു പ്രവർത്തനം നടത്താൻ ഈ കമ്മിറ്റി കഴിയണം. പാർട്ടിയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള മുഴുവൻ ആൾക്കാരെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം. വിട്ടുപോയവരെല്ലാം തന്നെ തിരിച്ചു വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരെയും തന്നെ നമുക്ക് ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. ശരിക്ക് 2003 2005 ഉണ്ടായിരുന്നത് പോലെ മുഴുവൻ ആൾക്കാരെ ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാൻ ഈ കമ്മിറ്റിക്ക് സാധിക്കും. അതിന് സാധിക്കട്ടെ. അതിന് എല്ലാ ശക്തികളുടെയും അനുഗ്രഹം ഈ കമ്മിറ്റിക്കും മുഴുവൻ പാർട്ടി പ്രവർത്തകർക്കും സാധിക്കട്ടെ. ഈ കമ്മിറ്റി ഒരു വൻ വിജയമായി നേരത്തെ വീരേന്ദ്രൻ പറഞ്ഞതുപോലെ ആ പ്രസംഗത്തിൽ പറഞ്ഞതും അതെല്ലാം ഈ കമ്മിറ്റിക്കും അല്ലെങ്കിൽ ഇതിലെ നേതാക്കൾക്കും നടത്താൻ എല്ലാ അനുഗ്രഹവും സർവശക്തികളും നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നു. ശ്രീ വൈശാഖിനെ
വൈകിട്ട് എല്ലാവരും കഴിച്ചതിന് ലിസ്റ്റ് പുതിയ ബസ്സിൻ്റെ കൈകാണുമ്പോൾ जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल गंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तब शुभ नामे जागे तब शुभ आशीष मागे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे യോഗം പിരിച്ചുവിട്ടിരിക്കുകയാണ്. നന്ദി.